എടോ, നമ്മളൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവില്ലേ? പക്ഷെ ഉള്ള കാലം അത്രയും സന്തോഷവും സമാധാനവും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരസ്പരം വിശ്വാസവും ബഹുമാനവും ഇല്ലാതെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ നല്ലത് തനിച്ചാവുക എന്നുള്ളത് തന്നെയാണ്. തനിച്ചനുഭവിക്കാം എന്ന് നമ്മളെല്ലാവരും കരുതണം. സ്നേഹം വാക്കുകൾ കൊണ്ട് മാത്രം ഉണ്ടായാൽ പോരാ, പ്രവൃത്തിയിലും ഉണ്ടാവണം. അല്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൂടെയുള്ള വ്യക്തിയും അങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ? വ്യക്തികൾ രണ്ടാവുമ്പോൾ ഇഷ്ടങ്ങളും രീതികളും എല്ലാം വ്യത്യസ്തങ്ങളാവും. ആ അവസ്ഥയെ ഒരാളുടെ കോണിൽ മാത്രം മറ്റേ വ്യക്തിയും ആവണമെന്ന് പറയുന്നത് ഒരുതരം സ്വാർത്ഥതയാണ്. ടോക്സിക്കായുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ സ്വയം മാറിക്കൊണ്ടിരിക്കും, സ്വയം സന്തോഷവും ആഗ്രഹങ്ങളും മറന്നുകൊണ്ട്. അതിനിടയിൽ അവർ നേരിടുന്ന ഇമോഷണൽ അബ്യൂസ് ഉണ്ട്. അത് ഭയാനകം തന്നെയാണ്. ഒരുതരം സാക്രിഫൈസ് ആയിട്ടുള്ള ജീവിതം. മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും കഴിയാത്ത അവസ്ഥ. പിന്നീടുള്ള ദിനങ്ങൾ സ്വയം പഴിച്ചും ഒന്നിനും കൊള്ളാത്തതായും ജീവിച്ചങ്ങോട്ട് തീർക്കും. നമ്മൾ ആളുകളെ എത്രത്തോളം ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം അവർ നമ്മൾക്ക് വേദന സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നല്ലത് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വിപരീതമാവും. സ്വന്തം അവനവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ വല്ലോരും കയറി നിരങ്ങുന്നതാവും നമ്മുടെ ജീവിതം. ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്, സ്വന്തം സംതൃപ്തിക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന കാര്യം. ഓക്കെ.